4.5 വർഷം മുമ്പ് തുടങ്ങിയ സമയത്തേ ഞാൻ ഇത്രയൊന്നും എടുക്കാറില്ലായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ഓരോ സെറ്റൊക്കെ ആയിട്ട് എടുത്തായിരുന്നു ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ കഥ മാറി. ഇപ്പൊ ഇതിന്റെ തന്നെ 100 പീസസ് അങ്ങനെയുള്ളൊരു പർച്ചേസാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പുതിയ ബണ്ടിൽസ് വന്നിട്ടുള്ളതാണ്, നമ്മൾ പൊട്ടിച്ച് സ്റ്റോർ ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ കട്ടിങ് പ്രോസസ്സാണ് കേട്ടോ. ഇത് നമ്മുടെ കട്ടിങ് മാസ്റ്റേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. നൈതിക്ക് വേണ്ടിയുള്ള ഹാൻഡ് വർക്ക്സ് ആണ് കേട്ടോ ഇത് നടക്കുന്നത്. ഇതിൽ കട്ട് ബീഡ്സും മോത്തീസും ഒക്കെ വെച്ചിട്ടുള്ള ഭംഗിയായൊരു പ്രൊഡക്റ്റാണ്. 3 പീസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫിനിഷിങ് സ്റ്റേജ് ആണ്. ഇതിൻ്റെ ബോട്ടം താഴെയാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടോപ്പാണ്. പ്യൂർ ജയ്പൂരിൽ വരുന്നൊരു ഫാബ്രിക്കാണിത്. പേച്ചർ ചാർട്ടിലേക്ക് വരുന്നതാണ്. ഉള്ളിലേക്ക് വരുന്ന പ്രിൻസ് കുട്ടി കുട്ടി പ്രിൻസ് ആണ്. ഒരു പുതിയൊരു കസ്റ്റമറാണ്, സ്റ്റാർട്ടപ്പാണ്. അവർക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് പറയാൻ അറിയില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈനിൽ പറയേണ്ടത്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വിഷയം തന്നെ വരുന്നില്ല. ഓൾറെഡി നമ്മൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇത് നൈതിയുടെ ഗോഡൗൺ ആണ്. പലയിടങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്ത ഫാബ്രിക്സ് ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഞാനൊരു ഡിസൈനറാണ്. 2 വർഷത്തോളം പ്രീമിയം ബ്രാൻഡിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ നേരിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന എൻ്റെ മനസ്സിലുള്ള ഡിസൈൻസ് എന്നും മാറ്റിവെക്കപ്പെടാറുണ്ട്. എല്ലാം ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാവും. ഞാൻ ഇദ്ദേഹത്തോട് വന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ്, പേര് രമേശ് എന്നാണ്. ഇദ്ദേഹം തന്ന ഒരു സപ്പോർട്ടും എൻ്റെ ഡിസൈൻസ് മുമ്പിലോട്ട് വരണം എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് നൈതി എന്നുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ലേഖ രമേശ്. 18 വർഷമായിട്ടോ എൻ്റെ സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പിൻ്റെ പേര് മഹാലക്ഷ്മി അപ്പാരൽസ് എന്നാണ്. ബ്രാൻഡിൻ്റെ പേര് നൈതി എന്നാണ് കേട്ടോ. നമ്മുടെ തന്നെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന നൈതി എന്നുള്ള പേരിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ബോട്ടം വെയർ തൊട്ട് ഷോർട്ട് ടോപ്സ് ഉണ്ട്, ടോപ്സ് മാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ കോട്ട് സെറ്റ്സും 2 പീസസും 3 പീസസും ഇതിൽ ഗ്യാദേഴ്സ് വരുന്നതും ആലിയ പാനൽസ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നത് ഷോപ്പ് ഓണേഴ്സും ഓൺലൈൻ ചെയ്യുന്നവരൊക്കെയാണ് കേട്ടോ. പർച്ചേസ് എപ്പോഴും ഇങ്ങനെ ഒരു കെട്ടായിരിക്കും. ഇതിൽ ഡിഫറെൻറ്റ് സൈസസ് ആയിരിക്കും. ഇതിലിപ്പോൾ 4 പീസ് ആണെങ്കിൽ 400 പീസും അതിന് മേലെ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഓഫ് വൈറ്റിലാണ് വരുന്നത്. 4 കളേഴ്സ് എപ്പോഴും വരും കേട്ടോ. ഇതിപ്പോൾ ഒരു ലാവൻഡറിൽ വരുന്നതാണ്. ഇതിന് ബോട്ടം വരുന്നത് അതിങ്ങനെയാണ് വരുന്നത്. ഒരു കളർ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ക്രീം, പിന്നെ ഒരു ഫിറോസി, പിന്നെ പിങ്ക്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എല്ലാത്തിനും സ്ട്രൈപ്സ് ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട കോട്ടാഡോറിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ വരുന്ന പ്രോഡക്റ്റ്സ് ആട്ടോ. മാനുഫാക്ചറിങ്ങിൽ വരുമ്പോൾ 100-ലധികം പീസസ് ആണ് ഓരോന്നിലും വരുന്നത്. ഓരോ ബണ്ടിൽസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൽ ഡിഫറെൻറ്റ് സൈസസ് ആയിട്ട് വരും. കളേഴ്സ് 4 കളേഴ്സ് വരും. എല്ലാ സൈസസും ഇതിൽ വരും. LXL 2XL 3XL എന്നുള്ള സൈസിലാണ് കൂടുതലും ഇവിടെ പോകുന്നത്. അപ്പോൾ ബണ്ടിൽസ് ആയിട്ട് തന്നെയാണ് കസ്റ്റമർ എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ എപ്പോഴും ഷോപ്പ് ഓണേഴ്സാണ്. ഞാൻ ഇട്ടിരിക്കുന്ന കളക്ഷൻ്റെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോക്ക് നമ്മൾ ഗോഡൗണിലാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്കാണ്, പ്യുവർ ഹാൻഡ് ബ്ലോക്കാണ്. വെജിറ്റബിൾ ഡൈയിലാണ് വരുന്നത്. ദാമൻ പാർട്ടിലോട്ട് വരുമ്പോൾ ഷിഫ്ലി വരുന്നുണ്ട്. സ്കാലപ്പ് നെക്കാണ് വരുന്നത്. ഇൻസൈഡ് പാച്ചിലേക്ക് സ്റ്റിച്ചസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്ലീവ് എൻഡിലേക്കും സ്റ്റിച്ചസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 വേ പ്രിൻ്റ് ആയതാണ് ഇട്ടിരിക്കുന്നത്. സ്ലീവ്സിലേക്കും 1 വേ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഒരു ഓൾ ഓവർ പ്രിൻ്റാണ്. ഇതിലേക്ക് വരുമ്പോൾ ഒരു ബക്കറ്റ് ഷേപ്പിലേക്കുള്ള യോക്കാണ് വരുന്നത്. നെക്കും ബക്കറ്റ് ഷേപ്പാണ് വരുന്നത്. എല്ലാം ചെറു റെഡിൽ തന്നെ, പക്ഷേ പ്രിൻറ്റ് മാറി മാറി വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻറ്റ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത്. പോട്ട്ലീസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രീമിയം പ്രോഡക്റ്റ് ആണ്. ഫ്ലാക്സ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. കോളേഴ്സ് ആണ്. ഇതിലേക്ക് സ്ലീവ് വരുന്നത് ജവാൻ സ്ലീവ് ആണ്. ഒരു ഫ്ലാപ്പ് ഉണ്ട്, ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഫ്ലാക്സ് ആണ്, ബ്രീത്തബിൾ ആണ്. ജയ്പൂർ പ്രിൻറ്റിലാണ് ഇത് വരുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു പ്ലാക്കറ്റ് ബട്ടൺ ആണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ബോട്ടം സെയിം ആണ്, കോഡ് സെറ്റാണ്. ഇതിലേക്ക് 4 കളേഴ്സ് വരുന്നുണ്ട്. പ്യുവർ ജയ്പൂർ പ്രിൻറ്റിൻ്റെ തന്നെ 2 പീസാണ് കേട്ടോ ഇത് വരുന്നത്. ഫ്രണ്ടിലേക്ക് യോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 85% ജയ്പൂരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ ഫാബ്രിക്കാണ് കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിലൊരു 85% ജയ്പൂരാണ് വരുന്നത്. ടോപ്പ് മാത്രമായിട്ട് വരുന്നതാണ് ഇത്. ഇത് മെറൂണാണ്. നെക്സ്റ്റ് നേവി ബ്ലൂ. പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് കളറ്. ഇനി വരുന്ന ഒരു പ്രിൻറ്റ് അജ്രക്സിലാണ് വരുന്നത്. റെഗുലർ വെയർ ആയതുകൊണ്ട് തന്നെയും സട്ടിലായിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ആണ് നമ്മൾ ചെയ്യാറുള്ളത്. പിൻടെക്സ് യോക്ക് കൊടുത്തിട്ട് പിൻടെക്സ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു സേജ് ഗ്രീൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇത് കണ്ടോ, ഇതിലൊക്കെ പിൻടെക്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കുട്ടി കുട്ടി പ്രിൻറ്റ്സ് ആണ് വരുന്നത്. മൾട്ടി കളേഴ്സ് വരുന്ന പ്രിൻ്റാണ്. ഇതൊരു പേസ്റ്റൽ ചാർട്ടിലേക്ക് വരുന്ന പൗഡർ പിങ്ക് ആണ് വരുന്നത്. ഐവറി യെല്ലോ ആണിത്. ലൈലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നതാണ്.
ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്യാദേഴ്സ് വരുന്ന കോഡ് സെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ 2 പീസും ടോപ്പ് ഓൺലി ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. 4 കളേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ്. ബിഗ് പ്രിൻസ് ആണ് കേട്ടോ. ബിഗ് പ്രിൻസ് ഇപ്പോൾ ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെയും അതായത് കോഡ് സെറ്റായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നേവി ബ്ലൂവിലാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ആയിരുന്നേ. ഇതിപ്പോൾ നേവി ബ്ലൂവിലാണ്. ക്രിംസൺ റെഡിൽ വരുന്ന ഒരു കളറാണിത്. ബിഗ് പ്രിൻസ് ആണ്. ട്രെൻഡിങ് ആണ്. യോക്ക് അപ്ലൈ ചെയ്തിട്ട് ഗ്യാദേഴ്സ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഗ്യാദേഴ്സ് വരുമ്പോൾ എപ്പോഴും ML XL 2XL ആണ് സൈസ് ചാർട്ട് വരുന്നത്. 4.5 വർഷമായി നമ്മൾ നൈതിയുടെ കുർത്തീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ കുർത്തീസ് ചെയ്യുന്നതിൽ 95% നൈതി മാത്രമാണ് ചെയ്യുന്നത്. അതുമാത്രം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും ക്വാളിറ്റിയും. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ 100% ആണ്. കസ്റ്റമേഴ്സിന് അത്ര സൂപ്പർ ഫിറ്റിങ്സ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലെ സ്റ്റിച്ചിങ്. അതാണ് നമ്മൾ നൈതി തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കാരണം. 18 ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൺലൈനും ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഓൺലൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു കസ്റ്റമേഴ്സ് എനിക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യം തന്നെ ആ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് 18 വർഷം മുമ്പ് സപ്പോർട്ട് ചെയ്തവർ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ പുതിയ ബണ്ടിൽസ് വന്നിട്ടുള്ളതാണ്. നമ്മൾ പൊട്ടിച്ച് സ്റ്റോർ ചെയ്യാണ് കേട്ടോ. ജയ്പൂരാണ് 85% ഇവിടെ വരുന്നത്. കോട്ടണിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ചന്തേരിയും വത്തിക്കാനും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫാബ്രിക്സ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഫാബ്രിക് കോട്ടണിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രിൻസ് ആണ്. ഇത് ദുപ്പട്ടയാണ് വരുന്നത്. 3 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇത് ബോട്ടം, ടോപ്പ്, ദുപ്പട്ട, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ. ഇതൊരു ദുപ്പട്ടയാണ്. ഇതിൽ ടോപ്പും ബോട്ടം താഴെ കിടക്കുന്നുണ്ട്. ബൾക്ക് പർച്ചേസാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. എല്ലാവർക്കും ചേരുന്ന കളർ ടോൺസും പ്രിൻസും ആണ് നമ്മൾ എടുക്കാറുള്ളത് എപ്പോഴും. ഇത് അജ്രക്സിൻ്റെ 4 കളേഴ്സ് വരുന്നതാണ്. പ്രിൻറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ എപ്പോഴും വരുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെ കണ്ടോ. ഇപ്പോൾ പാനൽസ്, ഫ്ലയേഴ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരുപാട് നമ്മൾ എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓൺലൈൻ ആൾക്കാരെ പ്രതീക്ഷിച്ചും ചെയ്യുന്ന പ്രിൻസ് ആണ് കേട്ടോ. ഇത് മറ്റൊരു ഗോഡൗണാണിത്. ഇത് ഇവിടെ കൂടുതൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബോട്ടം ഫാബ്രിക് ആണ്. ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇവിടെ ഷോപ്പിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു 40ഓളം കളേഴ്സ് ഉണ്ട്. പിന്നെ ജയ്പൂരി പ്രിൻസുമാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെയും ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത ഫാബ്രിക്സ് ആണ്. എൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ കൈകളിലൂടെ ടച്ച് ആൻഡ് ഫീൽ ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്സ് എൻ്റെ ഡിസൈനിലൂടെ നമ്മുടെ യൂണിറ്റിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിലൂടെ അത് വിറ്റ് അത് പിന്നെ അവർ തിരിച്ച് ഷോപ്പിലോട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെയധികമാണ്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നെ. ഇതിപ്പോൾ ഖാട്ടയിലിട്ട ഫാബ്രിക് ഇവരിത് നിലത്തോട്ട് വിരിച്ചു, അത് ഡ്രാഫ്റ്റ് ഇട്ടു. ഇതിൽ ഡിഫറെൻറ്റ് സൈസസ് ആണ് ഇത് ലേ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കട്ടിങ് പ്രോസസ്സാണ് കേട്ടോ. ഇത് നമ്മുടെ കട്ടിങ് മാസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ കട്ടിങ് പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നൈതിക്ക് വേണ്ടിയുള്ള ഹാൻഡ് വർക്ക്സ് ആണ് കേട്ടോ ഇത് നടക്കുന്നത്. ഇതിൽ കട്ട് ബീഡ്സും മോത്തീസും ഒക്കെ വെച്ചിട്ടുള്ള ഭംഗിയായൊരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ഷോപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അനാർക്കലി ആവാം, ചിലപ്പോൾ സ്ലേറ്റഡ് കുർത്തി ആവാം, ചിലപ്പോൾ എ ലൈൻ ആവാം. ഇത് കണ്ടോ, ഇവരാണ് നമ്മുടെ വർക്കേഴ്സ്. ഈ ഒരു വർക്കിന് അരി വർക്ക് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. 3 പീസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫിനിഷിങ് സ്റ്റേജ് ആണ്. ഇതിൻ്റെ ബോട്ടം താഴെയാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടോപ്പാണ്. ദുപ്പട്ട സൈഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ ഷെയ്ഡിൻ്റെ ആണ് കേട്ടോ. ഫ്രണ്ട് പീസ് കണ്ടോ, ബോർഡേഴ്സ് വെച്ചിട്ട് പോട്ട്ലിയാണ് വെച്ചിരിക്കുന്നത്. സ്ലിറ്റിൽ ഇതാ ഒരു ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 4 കളേഴ്സ് ഉണ്ട്. ഇതൊരു കോഫി ഷെയ്ഡാണ്. ഫ്രണ്ട് പീസ് ഫിനിഷ് ആവുന്നേ ഉള്ളൂ. ഇത് ബാക്കി സ്റ്റിച്ചിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ ബോർഡേഴ്സും പോട്ട്ലിയാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു മെറൂൺ ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. 4 കളറാണ് ഇതിലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെയും ഫിനിഷിങ് സ്റ്റേജ് ആണ്. ഇദ്ദേഹം ആ ബോർഡർ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഫ്രണ്ട് പാർട്ടിലേക്ക് ബോർഡേഴ്സ് പോട്ട്ലി ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്യുകയാണ് അതിലേക്ക്. ഇത്രയും പരിശ്രമിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിലെത്തുന്നത്. അതും ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരെല്ലാം നമ്മുടെ ഫാമിലിയിലുള്ളവരാണ്. ഇവരവരുടെ വീട്ടിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ സമയം നമ്മുടെ ഷോപ്പിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ടുഗെദർ വി ക്യാൻ, അതായത് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നാൽ നമുക്ക് എന്തും ചെയ്യാം. ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. വരുന്ന കസ്റ്റമർ ആണെങ്കിൽ തന്നെയും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. മെറ്റീരിയൽ എന്താ, അതിന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. മാം നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. ഓരോ മെറ്റീരിയൽ എടുത്ത് കാണിച്ച് അതെങ്ങനെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെ നമ്മൾ പറയണം, ഓൺലൈനിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ മാം പറഞ്ഞു തന്നു.
നൈതിയുടെ മറ്റൊരു ഹബ്ബാണിത്. പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ വെച്ചാണ് ടാഗ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ഷോപ്പിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് TD റോഡിലാണ്. MG റോഡിന് തൊട്ടടുത്തായിട്ടാണ്. സാങ്ങിനേരി പ്രിന്റിലേക്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ടോപ്പിൻ്റെ ഫാബ്രിക്കിൻ്റെ തന്നെ പാച്ച് യോക്കിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. സെൻറ്ററിലേക്ക് പോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റിലേക്ക് വരുന്നൊരു 2 പീസാണ്. സിഗ്സാഗ് ആണ് ബോട്ടം വരുന്നത്. 46 ഇഞ്ച് ലെങ്ത്തും സൈഡ് സ്ലിറ്റും ആണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല, പകരം സ്ലീവ് എൻഡിലേക്ക് സ്റ്റിച്ചസ് ആണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റേർഡ് കളറാണ്. സിഗ്സാഗ് ആണ് ഇതിന് ബോട്ടം വരുന്നത്. കുട്ടി കുട്ടി പ്രിൻസ് ആണ് ഇതിൽ വരുന്നത്. സിഗ്സാഗ് ബോട്ടവും ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ഒരുപോലെയാണ് വരുന്നത്. പർച്ചേസ് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു കെട്ടായിരിക്കും വരുന്നത്. ഡിഫറെൻറ്റ് സൈസസ് ആണ്, ഒരേ പ്രിൻ്റ് ആയിരിക്കും. ക്വാണ്ടിറ്റി പർച്ചേസ് വേണ്ടവർക്ക് അതും ലഭിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ജയ്പൂരി പ്രിന്റിലേക്ക് വരുന്ന പാനൽ കട്ടാണ്. 10 പാനൽസ് ആണ്. 46 ഇഞ്ച് ലെങ്ത് ആണ്. ഇതിലേക്ക് 3 പീസിലാണ് വരുന്നത്. യോക്ക് വരുമ്പോൾ പോട്ട് ഷേപ്പിലാണ് വരുന്നത്. ഉള്ളിലേക്ക് പാച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബോട്ടം നല്ല ലൂസ് ബോട്ടമാണ് വരുന്നത് കേട്ടോ. എലാസ്റ്റിക് ഡോറിയൊക്കെ വെച്ചിട്ടുള്ള ബോട്ടമാണ് വരുന്നത്. ഇതിലേക്ക് പോക്കറ്റ്സും വരുന്നുണ്ട്. ഡെയിലി വെയർ ആയിട്ടാണ് ഇത് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. 3 പീസ് ആയിട്ടാണ്. ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പാർട്ട് പോട്ട് ഷേപ്പ് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസൈഡ് പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റിച്ചസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്ലീവ് എൻഡിലേക്കും സ്റ്റിച്ചസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സൈസസ് വരുന്നത് LXL, 2XL, 3XL ആണ്. പാനൽ വരുമ്പോൾ ML, XL, 2XL ഇത്രയാണ് സൈസസ് വരുന്നത് കേട്ടോ. ഫ്ലാക്സിൻ്റെ ഫാബ്രിക്കാണ്. കോഡ് സെറ്റ് വിത്ത് ബ്ലാക്ക് ജോർജറ്റിൻ്റെ ദുപ്പട്ടയാണ്. വീനെക്കാണ് ഇതിലേക്ക് വരുന്നത്. മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. റെഗുലർ സിൽക്കിൽ വരുന്ന 3 പീസാണ്. കോഡ് സെറ്റായിട്ട് വന്നിട്ട് കോട്ടൺ ദുപ്പട്ടയാണ് ഇതിലേക്ക് വരുന്നത്. വീനെക്കാണ് വരുന്നത്. ഇതിലേക്ക് മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചസും വന്നിട്ടുണ്ട്. അങ്കാർക്ക പാറ്റേണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തി ഇതാണ്. 2 പ്രിൻറ്റ് വരുന്നുണ്ട്. പിങ്ക് ആൻഡ് യെല്ലോ ആണ് കേട്ടോ. സൈഡിലേക്ക് ഡോറിയൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്. അതേപോലെ സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന പോട്ട്നെക്ക് വരുന്ന ഹാൻഡ് വർക്കുള്ളതാണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു പാനൽ കട്ട് പ്രൊഡക്റ്റാണ്. ഇതും ഇൻസൈഡ് ബോട്ടത്തിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഈ ഫിറോസി കളറാണ്. പിന്നെ ബ്ലാക്കിലേക്ക് വരുന്ന ഒരു പാനൽ കട്ടാണ് ഇതും ഓപ്പൺ വി വന്നിട്ട് കോളേഴ്സിലാണ് പാനൽ വന്നിരിക്കുന്നത്. അതേസമയം ഇത് കലംകാരിയിൽ വരുന്നതാണ്. പാനൽ കട്ടാണ്. 10 പാനൽസ് ആണ്. ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇതും പാനൽ കട്ട് തന്നെയാണ്. ഇൻഡിഗോ ഷെയ്ഡിലേക്ക് മെറൂൺ പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡെയിലി വെയേഴ്സ് ആണ് ഇതെല്ലാം. ഇതും ഓൺലി ടോപ്പായിട്ട് വരുന്നതാണിത്. ഇതിലേക്ക് 2 പീസ് വരുന്നതും 3 പീസ് വരുന്നതും ബ്ലാക്കിലേക്ക് ഹൈനെക്ക് വന്നിട്ടുള്ളതൊരു പ്രോഡക്റ്റാണ്. പാനൽ തന്നെയാണ് ഇതും പാനൽ കട്ട് തന്നെയാണ്. ഇതിലേക്ക് സ്റ്റിച്ചസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു പാനലാണ്. ഇതും ഡെയിലി വെയർ ആയതുകൊണ്ട് ഇതിൽ ഹാൻഡ് വർക്ക് ഇല്ല. സ്റ്റിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 പീസ് ഐറ്റമാണ് കേട്ടോ ഇത്. വീഡിയോയിൽ ഒരുപാട് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ലിമിറ്റഡ് ടൈം ആണല്ലോ. ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇൻസ്റ്റയിൽ നൈതിക്ക് പേജ് ഉണ്ട്. NAYATHI എന്നാണ്. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീഡിയോ കോൾ ത്രൂ എടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് പാർസൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ എപ്പോഴും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുമെന്നാണ് പറയാറ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എപ്പോഴും മെറ്റീരിയൽ എപ്പോഴും ടച്ച് ആൻഡ് ഫീലാണ്. അപ്പോൾ അതറിഞ്ഞ് തന്നെ വേണം, അതിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് വേണം എടുക്കാൻ. പിന്നെ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഇത്ര പർച്ചേസ് വേണമെന്ന് നിർബന്ധം പറയാറില്ല. ബണ്ടിൽ അങ്ങനെ തന്നെ എടുക്കണം. അതിൽ കെട്ടിലെ എല്ലാ സൈസസും എടുക്കണം എന്ന് മാത്രമാണ് പറയാറുള്ളത്.